പ്രണയ സാഫല്യം എന്നത് ഏതൊരു ചെറുപ്പക്കാരുടെയും എക്കാലത്തെയും മധുരതരമായ ഒരോർമ്മയാണ്. വാലൻ്റൈൻ ദിനമോ അതിൻ്റെ ആഘോഷങ്ങളോ ഒന്നും ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും, ഇന്നത്തെ പോലെ ഉണ്ടായിരുന്നില്ലെങ്കിലും, തീർച്ചയായും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതസഖിയായ ഉമയെ കണ്ടെത്തുന്നതും പരിചയപ്പെടുന്നതും പിന്നീട് അത് വിവാഹത്തിലേക്കും ഒന്നിച്ചുള്ള ജീവിതത്തിലേക്കുമൊക്കെ മാറുന്ന കാലഘട്ടം വളരെ വ്യത്യസ്തങ്ങളായ അനുഭൂതികളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന ഒന്നാണ്. ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അവിടെ ജൂനിയറായി പഠിച്ച ഉമാ ഹരിഹരൻ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നതും ആ സൗഹൃദം വളർന്ന് വിവാഹത്തിലെത്തുന്നതും. 27 വർഷത്തോളമായി ആ പ്രണയത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഞങ്ങൾ ഒന്നിച്ചു കഴിയുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. മൂത്ത മകൻ വിഷ്ണു തോമസും ഇളയ മകൻ വിവേക് തോമസുമാണ്. ഞങ്ങൾ എറണാകുളത്ത് പാലാരിവട്ടത്ത് താമസിക്കുകയാണ്. എൻ്റെ വൈഫ് ഇപ്പോൾ ഒരു സ്വകാര്യ കമ്പനിയിൽ എറണാകുളത്ത് ജോലി ചെയ്യുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിലെ തിരക്കിനിടയിൽ, അതുപോലെ തന്നെ വൈഫിൻ്റെ ജോലിക്കിടയിലും പഴയതുപോലെ ഒന്നിച്ചൊന്നും നടക്കാൻ കഴിയുന്നില്ല, അല്ലെ പഴയ പ്രണയ ഓർമ്മകൾ കാര്യമായി പങ്കിടാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള ചില ദുഃഖങ്ങളും ചില നൊമ്പരങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും തീർച്ചയായും ആ കാലഘട്ടം വളരെ അനുഭൂതി നിറഞ്ഞതായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാണാതിരിക്കുമ്പോൾ കാണണം എന്ന ആഗ്രഹവും, ഇന്നത്തെ പോലെ മൊബൈൽ ഫോണും മറ്റ് ടെലിഫോൺ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇടയ്ക്ക് കത്തുകൾ മുഖേനയും അല്ലാത്ത അവസരങ്ങളിൽ നേരിട്ട് കണ്ടും ഒക്കെയാണ് പരസ്പരം ഇടപഴകാനും സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടിയിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ ഓരോ നിമിഷവും വളരെ സ്വർഗീയ അനുഭൂതി ആസ്വദിച്ച കാലങ്ങളായിരുന്നു എന്ന് ഇന്നും പറയാൻ കഴിയും. തീവ്രമായ പ്രണയം എന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഭവം തന്നെയാണ്. അത് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവരോ അല്ലെങ്കിൽ ഒരു പ്രണയത്തിൻ്റെ പാതയിലൂടെ പോകാത്തവരോ ചെറുപ്പക്കാരായി ലോകത്താരും ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ അനവധ്യസുന്ദരമായ കാലങ്ങൾ ഒന്നുകൂടി വന്നിട്ട് പോകുമോ എന്ന് ആലോചിക്കാനും ആഗ്രഹിക്കാനും തീർച്ചയായിട്ടും എപ്പോഴും തോന്നുന്നുണ്ട്. ആ പ്രണയ സാഫല്യം നേടുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു അനുഭൂതിയുണ്ട്. മഹാരാജാസ് കോളേജിൻ്റെ പരിസരത്തുകൂടി പോകുമ്പോഴും എറണാകുളം പട്ടണത്തിൻ്റെ പല പ്രദേശത്തുകൂടി പോകുമ്പോഴും ആ ഓർമ്മകൾ പലപ്പോഴും പിടിച്ചു നിർത്താറുണ്ട് എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. ഇതൊക്കെയാണ് എനിക്ക് ആ കാലഘട്ടത്തെപ്പറ്റി പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. തീർച്ചയായും ആത്മാർത്ഥതയുള്ള പ്രണയം, അല്ലെങ്കിൽ വളരെ സ്വയം സമർപ്പിതമായ പ്രണയം, അല്ലെങ്കിൽ മറ്റ് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രണയം, അല്ലെങ്കിൽ ഒരു സ്നേഹം, ഒരടുപ്പം എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടേതായ നമ്മുടെ നെഞ്ചിലേറ്റാൻ കഴിയുന്ന ഏറ്റവും പരിഭാവനമായ ഒരു ഓർമ്മയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത്തരം ഓർമ്മകൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെയും നമ്മുടെ ജീവിതത്തെ തന്നെ കരിപ്പിടിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ന് രാഷ്ട്രീയമായ ഒട്ടേറെ തിരക്കുകൾക്കിടയിലും ഒക്കെ ഇടയ്ക്ക് ചില നുറുങ്ങ് പോലെ വീണ് കിട്ടുന്ന അവസരങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ കുറച്ചൊക്കെ ലജ്ജയും കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നോ എന്നൊരു തോന്നലും ഒക്കെ ഉണ്ടാകുന്നെങ്കിലും അതിൻ്റെ ഒരു മാധുര്യം വളരെ വലുതാണ്. അതിന്നും ഹൃദയത്തിലൊരു പച്ചച്ച ഓർമ്മയായി നിലനിൽക്കുന്നു എന്ന് വളരെ സന്തോഷത്തോടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാലൻ്റൈൻ ദിനത്തിൻ്റെ ആഘോഷങ്ങളോട് എനിക്ക് വ്യക്തിപരമായി വലിയ യോജിപ്പില്ല. കാരണം ഇതൊക്കെ ഒരു ആഘോഷത്തെ തുടർന്നുണ്ടാവേണ്ടതല്ല. ഇതൊക്കെ വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അത് വാലൻ്റൈൻ ദിനം ഉണ്ടായാലും ഇല്ലെങ്കിലും ആളുകളുടെ മനുഷ്യൻ ജനിച്ച് അന്ന് മുതൽ തുടർന്ന് വരുന്ന ഒന്നാണ് വ്യക്തികൾ തമ്മിലുള്ള പ്രണയം എന്ന് പറയുന്നത്. ആ പ്രണയം ദിവ്യമായ ഒന്നാണ്. ആ ദിവ്യമായ പ്രണയം അനശ്വരമായി തുടരാൻ ഇടവരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ പ്രണയ ജോഡികൾക്കും ഞാൻ പ്രത്യേക ആശംസകൾ നേരുന്നു. തൃക്കാക്കര MLA എന്ന നിലയിൽ ഈ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാൻ അവസരം തന്ന നിങ്ങളോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.